എന്നോടൊപ്പം ഉള്ളത് നമുക്ക് ഫെമിലിയർ ആയ ഒരാളാണ്, സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ ബിഗ് ബോസ് ഫെയിമുമായ രേണു സുധി ചേച്ചിയാണ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ദുബായിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയത്? ഞാനോടത്ത് എങ്ങനെയാണ് പോയെന്നുള്ള ചോദ്യത്തിന് ഞാനിപ്പോ ഫ്ലൈറ്റിന് പോയെന്ന് പറയാൻ വന്നതാണ്. അയ്യന്റെ മോനെ, എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. ഞങ്ങള് സെലിബ്രിറ്റിയുടെ അർത്ഥം എന്താണ്? പ്രശസ്ത. ഒരു സ്ഥലത്ത് എന്നാൽ തിരിച്ചറിയുന്ന ഒരാളാണ് സെലിബ്രിറ്റി. അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് സെലിബ്രിറ്റിക്ക്? ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. രേണുസുധി ദുബായിൽ പോയി അറബിയെ കെട്ടി കേരളം അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുധി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. എന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രമോഷനും അനുഭവിച്ചോ. സന്തോഷായി, നല്ല സന്തോഷായി. ചേച്ചി ഇങ്ങള് താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. താങ്ങൂല, ചേച്ചിക്ക് താങ്ങൂല, കളി നിർത്താത്ത ടീംസ് ആണ് അവര്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്തക്കായാലും തലയെ കൂടാണ് ഞാൻ ഈ വെള്ളം നിർത്ത്. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയിപ്പോയി. എന്നാ വൃത്തികെട്ടതാടി നീ. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. കിച്ചുവിന്റെ പ്രായമുണ്ട്, നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കുറെ നേരമായി ഇവിടെ ഇരുത്തിയിട്ട് കിടന്ന്. കട്ട് ചെയ്തേക്ക്, മതി. പറഞ്ഞത് കേട്ടോടാ, ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ലോ. ഇന്റർവ്യൂവിൽ മാന്യത എനിക്കറിയാൻ തന്നെ ചോദിക്കും, എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? വന്നപ്പോഴാണല്ലോ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. കമന്റ്സ് വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കിച്ചുവിന്റെ ഏജ് അല്ലേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? നിനക്ക് അമ്മ മെങ്ങന്മാരൊന്നും ഇല്ലടാ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നിന്റെ ദേഹത്ത് ഞാൻ ഒഴിച്ചില്ല, കാരണം എനിക്ക് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിക്കായിരുന്നത്. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. വെള്ളം വേണ്ടതേ, ഗ്ലാസ് ഞാൻ എനിക്ക് എടുത്ത് കൊണ്ടുവെക്കോ. കാലേ തന്നെ കൊള്ളു, എന്റെ കാലേ തന്നെ. വിട്ടില്ലേ, ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഇളക്കല്ലേ. അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചൊക്കെ അടി കിട്ടും നിനക്കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ കുറെ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും കയ്യിലിരുന്നാ മതി, ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് എടുക്കുകയും വേണ്ട. അത് നിർത്തിയേക്ക്. കൗതുക ലേശം കൂടുതലാ, മാപ്പാക്കണം. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോവാം. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.